എൻ്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. ഞാന്, അമ്മ, ഞാൻ ഭാഗ്യവാനാ. എനിക്ക് ജന്മം തന്നു, അച്ഛൻ എസ്കേപ്പ് ആയി. എന്നെ പ്രഗ്നന്റ് ആയിട്ട് 9 മാസമായിപ്പോ, അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി. മായ കല്യാണം കഴിക്കാത്തത് മായക്ക് പ്രേമമുള്ളതുകൊണ്ട് അതെന്നോട് കുറെ പേര് പറയും. പക്ഷെ നിങ്ങൾ അറിയണം, ഒരു മോളും ഉണ്ട്. നമുക്ക് ആവശ്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ ഹസ്ബൻഡിന്റെ ആവശ്യം. ആ സമയത്ത് അയാൾ പോയാൽ അപ്പൊ എന്തിനാണ് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് പോയത് എന്ന് മാത്രം ചോദിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാനില്ല. പിന്നീട് എനിക്കും ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ ഞാൻ അടുത്ത വീട്ടിലാക്കി പോവോ, ഞാൻ ജോലിക്ക് പോവോ ഒക്കെ വിശ്വസിച്ച് ഒരു വീട്ടിലും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. നമ്മളെ പിന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ടപ്പ 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 എന്ന് പറഞ്ഞോളാം കേട്ടോ. ഇഷ്ടപ്പെട്ട ഫുഡ്? ടപ്പേ. എൻ്റെ അടുത്ത് ടപ്പ ടപ്പേന്ന് അതൊട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ടപ്പ ടപ്പേന്ന് പറഞ്ഞു. സ്പീഡിൽ പറഞ്ഞോണേ. ഇഷ്ടപ്പെട്ട ഫുഡ്? തലേ ദിവസത്തെ ചോറ്. ഇഷ്ടപ്പെട്ട കളർ? ബ്ലാക്ക്. ഡ്രസ്സ്? എല്ലാം ഇഷ്ടം. ചുരിദാർ, സാരി, ജീൻസ്? സാരി. പക്ഷെ ആരെങ്കിലും ഉടുപ്പിച്ചാലും വേണം. അറിയില്ലേ സാരി ഉടുക്കാൻ? അറിയാം, പക്ഷെ എനിക്ക് ഇവിടെ കറക്റ്റ് ആവില്ല. വൺ ഫ്ലീറ്റ് ഓക്കെയാണ്, ഇവിടെ കറക്റ്റ് ആവില്ല. ഓക്കെ. ഇഷ്ടപ്പെട്ട പാട്ട്? തമിഴ് പാട്ട്. അത് ഏത് പാട്ടാ? അയ്യോ, തമിഴിൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അപ്പൊ പെട്ടെന്ന് പറയുമ്പോ സുജാത ചേച്ചി പാടിയ നേற்றில்லாத മാറ്റം എന്നത്, അത് പാട്. പെട്ടെന്ന് പാടാൻ പറയുമ്പോ ഞാനങ്ങനെ ആര് പറഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് പാടാറില്ല. ഞങ്ങള് ഫേമസ് ആയവര് മാത്രം ഇരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, സുജാത മാം, ചിത്ര മാം. അപ്പൊ അവരിയ്ക്കുമ്പോ മാത്രം നന്നായിട്ട് പാടില്ല, എനിക്ക് അറിയില്ല. അയ്യോ ഇല്ലടീന്ന്, സോറി. ഇല്ല ചേച്ചി, ഞാൻ അങ്ങനെ പാടൊന്നുമില്ല. ലവ് ഓർ ഫ്രണ്ട്ഷിപ്പ്? ഇഷ്ടപ്പെട്ട എന്താണ്? ലവ് ആണോ ഇഷ്ടം, ഫ്രണ്ട്ഷിപ്പ് ആണോ ഇഷ്ടം? രണ്ടും ഇഷ്ടാണോ. എനിക്ക് സൂര്യൻ ചോദ്യം കാണുമ്പോ ലവ് ചെയ്യാൻ തോന്നും. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. മണി ഓർ ഹാപ്പിനെസ്? പക്ഷെ മണി വേണല്ലോ. വേണം. ഫ്രഷ് ഫുഡ് ഓർ ഫാസ്റ്റ് ഫുഡ്? രണ്ടും എഫ് വന്നപ്പോൾ ഫ്രഷ് ഫുഡ് അങ്ങനല്ല, വിശക്കുമ്പോ കിട്ടുമ്പോ എന്തോ എനിക്ക് ഇഷ്ടം. ഫ്രഷ്. ട്രാവൽ സ്പേസ്? ഏത് സ്ഥലത്ത് പോകാനാ ഇഷ്ടം? ഒരു ആഗ്രഹം, ലണ്ടൻ എനിക്ക് കാണണം എന്നൊരാഗ്രഹമുള്ള ഒരു സ്ഥലം. എവിടെയായാലും ട്രാവൽ ഇഷ്ടമാണ്. ബാങ്ക് ബാലൻസ് പറയണോ? സ്വന്തം വീട് നോക്കിയപ്പോ 1 ലക്ഷത്തി അല്ല 1 ലക്ഷം ആവാൻ 90,000 രൂപ കുറവുണ്ട്. 10,000 രൂപ ഉണ്ട്. 10 രൂപ ഉണ്ട്. അതിപ്പോ ലോണ് പോകും. ഫേവറേറ്റ് ഫുഡ്? ടപ്പേന്ന് ഉത്തരം പറയണം. ഫേവറേറ്റ് ഫുഡ്? ചോറ്, മീൻ കറി. ഫേവറേറ്റ് പ്ലേസ്? കൊറിയൻ, ചൈനയും. ഹീറോയിൻ? മഞ്ജു വാര്യർ. ഫേവറേറ്റ് മൂവി? ആകാശദൂത്. എത്ര വരെ പഠിച്ചു? ബികോം. ഓക്കെ, ടപ്പേ. അമ്മേനോട് പറയാത്ത രഹസ്യം ഒന്നും? അമ്മയോടാ ഞാൻ എല്ലാം പറയാ. ഞാനും അമ്മയല്ലേ മിക്കവാറും എപ്പോഴും ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ബസ്സിൽ പോയി അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോ നല്ല ചക്കന്മാരൊക്കെ കാണുമ്പോ ഞാൻ അമ്മയോട് പറയാം, അമ്മേ കൊള്ളാം നല്ല ചക്കൻ. അപ്പൊ അമ്മ പറയും കുഴപ്പമില്ല, പക്ഷെ മറ്റേതായിരുന്നു അതിൽ നല്ലത്. അപ്പൊ ഇത് വിട്ട് എവിടെ പോകുമ്പോഴും അമ്മ കൂടെ ഉണ്ടാവും. അപ്പൊ പിന്നെ അമ്മയോടാണ് അമ്മ അത് കോമഡി ആയിട്ട് എടുക്കും. അതെ, ഇത് പറഞ്ഞപ്പോഴാ, ചെക്കന്മാരെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത്, പ്രേമം ഉണ്ടായിട്ടുണ്ടോ? പ്രണയം തോന്നിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ചിലപ്പോ എന്നെക്കാളും ഭയങ്കര സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കും. എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നേ, ഈശ്വര എല്ലാവരും എന്നോട് ക്ഷമിക്കണേ, അങ്ങനെയല്ല, എൻ്റെ ചെറുപ്പത്തിലെ വിചാരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാനൊരു ബ്രാഹ്മിൻസിന്റെ വീട്ടിലാണ് നിന്നിരുന്നത്. അപ്പൊ അവര് ഭയങ്കര പണക്കാരാ, ഭയങ്കര കാശുകാരാ. അമേരിക്ക, ലണ്ടനൊക്കെയാണ് അവരുടെ മക്കളൊക്കെ. ഞാൻ അവിടെ ചെറുപ്പം തൊട്ടേ നിന്നിരുന്നത്. അപ്പൊ എന്റെ വിചാരം എന്താ, ഞാൻ ക്യാഷ് ടീമാണ്. അല്ല, ഞാൻ വളർന്നത് അത്രയും വലിയ വീട്ടിലായതുകൊണ്ട് എന്റെ വിചാരം, ചെറുപ്പത്തിൽ തൊട്ട് എന്റെ വിചാരം ഞാൻ പണക്കാരിയാണെന്നാണ് എന്റെ ഉള്ളില്. അത്രയ്ക്കല്ലേ ബുദ്ധിയുള്ളൂ അന്ന്. ഇപ്പോഴും അപ്പൊ ബുദ്ധിയില്ലാത്ത പ്രായത്തിലാണ് ഇഷ്ടം? അല്ല, 6, 7, 8, 9 അതിലൊക്കെ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ അവിടെ ഉള്ളവരുടെ കല്യാണം കഴിയുമല്ലോ, അവരുടെ മക്കളുടെ മകനോ മകളോ അവരുടെ അവര് കല്യാണം കഴിക്കുന്നത് ഡോക്ടറോ എഞ്ചിനീയറിനൊക്കെ ആയിരിക്കും, അങ്ങനെ ഹൈ ലെവലുള്ളവര്. അപ്പൊ എന്റെ വിചാരം
ഓ ഞാനിനി കഴിക്കാൻ പോണ ഡോക്ടറിനെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളില് അങ്ങനെ അന്നുണ്ടായിരുന്നെ. ഞാൻ നോക്കണതൊക്കെ ഡോക്ടർ, എഞ്ചിനീയർ ആയിരിക്കും. പിന്നീട് എനിക്ക് ബുദ്ധി ഒരു നമുക്ക് ഡിഗ്രി അതൊക്കെ ആകുമ്പോഴല്ലേ നമ്മുടെ യഥാർത്ഥ ലൈഫ് എന്താന്നുള്ളത് അപ്പോഴത്തേക്കും ഈ അവരൊക്കെ വിറ്റുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്കൊന്നുമില്ലല്ലേ. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ അമ്മോട് ഞാൻ ചോദിക്കായിരുന്നു അത്ര, അമ്മേ നമ്മൾ പണക്കാരല്ലേ? അപ്പൊ അമ്മ നമ്മള് പണക്കാരാ. അപ്പൊ ഈ സമാധാനായോ, നമ്മള് പണക്കാരാണല്ലോ. അങ്ങനെയൊക്കെ കുറെ ബുദ്ധിയില്ലായ്മയൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നോട് കുറച്ച് പേര് എന്നോട് പറഞ്ഞു, മായ കല്യാണം കഴിക്കാത്തത് മായക്ക് പ്രേമമുള്ളതുകൊണ്ട്. അതെന്നോട് കുറെ പേര് പറയും. നമ്മളൊന്ന് ഫോൺ എടുത്താ പറയും എവിടെ, നമ്മൾ ഇൻസ്റ്റ നോക്കിയിരിക്കും അല്ലെങ്കിൽ റീൽ ചെയ്യുമല്ലോ. അപ്പൊ എന്തെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ റീൽ എടുക്കാനും നമ്മുടെ കോമഡി എവിടെയും. അപ്പൊ ചേട്ടന്മാർ തുടങ്ങും, ആരോ ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേന്. അപ്പൊ പ്രേമൊന്നുമില്ല. പ്രേമൊന്നും അല്ല. പ്രേമിക്കേണ്ട സന്ദർഭത്തിലൊക്കെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമുക്ക് പ്രേമം തോന്നുന്നത് എനിക്ക് തോന്നുന്നു 8, 9, 10 അങ്ങനെയൊക്കെയല്ലേ. ആ സമയത്തൊക്കെ വൻ ദുരന്തമായിരുന്നു ലൈഫ്. പിന്നെ അതല്ലാതെ നമ്മളെ പോലുള്ള എൻജോയ് ചെയ്ത് ഒരാളെ നോക്കണം എന്നൊക്കെ തോന്നി തുടങ്ങിയത് എപ്പോഴാ, എനിക്കൊരു 22, 23 വയസ്സൊക്കെ ആയപ്പോഴാ. പിന്നെ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനത് കൂടുതൽ ശ്രദ്ധിച്ചു. പ്രണയിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ നമുക്കതിന് സാധിച്ചില്ല. ആരും വന്ന് പ്രണയം പറഞ്ഞിട്ടേ ഇല്ല. തലയിലാവുന്ന് വിചാരിച്ചിട്ടാണ്. എന്ത് പരിപാടിയാ? കാരണം അല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഞാൻ ആ വീട്ടിൽ നിൽക്കുന്ന കുട്ടിയാണ്, പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോണില്ല, ഒരമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പ്രാരാബ്ദാവും എന്നറിഞ്ഞോണ്ടാന്ന് തോന്നുന്നു ആരും വന്നിട്ടില്ല. പിന്നെ എല്ലാവർക്കും എന്നൊരു അനിയത്തിയെ പോലൊരു ഇഷ്ടമായിരുന്നു. അല്ലാതെ പ്രേമിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഇതായിട്ട് എന്നെ ആരും കണ്ടിട്ടില്ല കേട്ടോ. എന്നോട് പറഞ്ഞിട്ടുമില്ല ഇഷ്ടമാണെന്നൊന്നും, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതെന്താ ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോഴും ചീപ്പാണോ ആർട്ടിസ്റ്റ് ബേബി? നീ സിംഗിൾ ആണെന്ന് അറിഞ്ഞിട്ടും ആരും പറഞ്ഞിട്ടില്ല? ഇല്ലില്ല, ഞാൻ ഇപ്പൊ 13 വർഷമായില്ലേ, ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കല്യാണം ആലോചിക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ കല്യാണങ്ങളായിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ കാണുമ്പോ കോളേജ് വിട്ടിട്ടൊക്കെ പോകുമ്പോ അങ്ങനെ, അപ്പൊ പിറ്റേ ദിവസമൊക്കെ ഒന്ന് അമ്മോട് ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ മുത്തശ്ശനോട് ഇങ്ങനെ വന്ന് ചോദിക്കും, ഇവിടെ നിൽക്കണ കുട്ടിയാലേ. അപ്പോഴാണ് അപ്പം അറിയാത്തവര് ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോ അവര് വിചാരം ഞാൻ ഈ വീട്ടിലാന്നാ. ഞാൻ കോളേജ് വിടുമ്പോൾ ആ വീട്ടിലേക്കാണല്ലോ പോണത്. അപ്പൊ അന്വേഷിക്കുമ്പോഴാണ് ഞാൻ അവിടെ നിന്നിരുന്ന കുട്ടിയാണ്, അവിടുത്തെ കുട്ടിയല്ല എന്നൊക്കെ അറിയുമ്പോൾ അവര്, പിന്നെ അമ്മ മാത്രമുള്ളൂ എന്നൊക്കെ അറിയുമ്പോൾ അവര് മെല്ലെ എസ്കേപ്പ് ആവും. കല്യാണങ്ങൾ ഇങ്ങനെ വരുമ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു, എന്താ പറയാ, അയ്യോ അമ്മയെ നോക്കണോ, അമ്മ നമുക്കൊരു ഭാരാവോ എന്നുള്ളത് കല്യാണങ്ങളൊക്കെ ആലോചിച്ച് വരുമ്പോ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, അമ്മയെ വിട്ടിട്ട്. കാരണം അമ്മ എനിക്ക് വേണ്ടിയാ. അമ്മയ്ക്ക് അന്നേരം കല്യാണങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ, ഞാൻ 5ൽ 6ലൊക്കെ പഠിക്കും. പക്ഷെ അമ്മ എനിക്കതൊരു ഇതാവോ, എന്നെ നോക്കുമോ എന്നുള്ള പേടിയായിരുന്നു അമ്മയ്ക്ക്. വരുന്ന ആളെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തൊരു അമ്മയെ വിട്ടിട്ടുള്ള കളിയില്ല ഇല്ല. ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ്, കല്യാണം വരികയാണെങ്കിൽ മായ കല്യാണം കഴിക്കൂ? ഇപ്പൊ അതിനോടുള്ള ഇല്ല. 45 വയസ്സായില്ലേ. ചുമ്മാ വല്ലതും പറയാം, എനിക്ക് അത്രയും വയസ്സൊന്നുമില്ല. എന്നെക്കാളെ ഇളയതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യമേ പറഞ്ഞു എന്നെക്കാളെ ഇളയതല്ലേ നീ, ഇത് പറഞ്ഞല്ലോ. അപ്പൊ ഇനി കല്യാണം വന്നാൽ കഴിക്കൂല? ഇപ്പൊ അങ്ങനെ തോന്നണില്ല. ഇനിയിപ്പൊ അപ്പൊ തോന്നിയാ ചെയ്യാം. ഇപ്പൊ അല്ല, ചിലപ്പോ നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് മായനെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? അങ്ങനെ സീരിയസ് ആയിട്ട് ആരെങ്കിലും പറഞ്ഞാലോ? നോക്കാം, UK ആണെങ്കിൽ വേണമെങ്കിൽ സെറ്റിൽ. ഇല്ല, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലടാ. ഇല്ല, കല്യാണം വന്നാൽ അമ്മ നന്നായി നോക്കണം. പിന്നെ വീടില്ലാത്തൊരു ഇതുണ്ടായി, ഇപ്പൊ വീടായി. അപ്പൊ ഇപ്പോഴാണ് ഒന്ന് എന്താ പറയാ സമാധാനമായിട്ടിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഞാനൊരു ചോദിക്കാം എന്നോടാ. ഇപ്പൊ ഞങ്ങളൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നില്ലേ, സരിത ചേച്ചിക്ക് ഇപ്പം സെലിബ്രിറ്റീസ് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാം, തമിഴ്, ഹിന്ദി, മലയാളം ഒക്കെ. ചേച്ചി ആരേനെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അരവിന്ദ് സ്വാമിനെ. ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്ക് ഇനിയുള്ള ഭയങ്കരമായ ആഗ്രഹം എന്താ? കൊറിയയിൽ പോയിട്ട് കുറേ തിന്നണം. അവരെ പോലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ സാധനമല്ലേ? ഭയങ്കര ആഗ്രഹമാണ്. കൊറിയയിൽ പോകണം, ചൈനയിൽ പോകണം. പച്ചമീനും അങ്ങനെ കഴിക്കണമെന്നൊന്നല്ല, എന്നാലും അവിടെ ഭയങ്കര വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. നമ്മൾ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിഞ്ച ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇങ്ങനെ നാച്ചുറൽ ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഫ്രൂട്ട്സിൻ്റെ കളറും ഇതൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്. അപ്പോൾ അത് കാരണം ഇനി അവിടെ പോകണം, അവിടെ പോയിട്ട് ഈ നിറയെ ഭക്ഷണം കഴിക്കണം. ഇനി നിൻ്റെ ഫാമിലിയെ കുറിച്ച് പറ. എൻ്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. ഞാൻ, അമ്മ,
അമ്മ, ഞാൻ. 4 പേരടങ്ങുന്ന ഫാമിലി. 4 പേരെ അടങ്ങുന്ന ഫാമിലി. സന്തോഷമായിട്ട് സുഖമായിട്ട് പോകും. ടോം ആൻഡ് ജെറി പോലെ. ഇടയ്ക്ക് ഭയങ്കര അടിയായിരിക്കും. അടി പറഞ്ഞാൽ അങ്ങനെയല്ല, എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ അമ്മമാരോടാണല്ലോ നമ്മൾ വഴക്കൂടുന്നത്. അങ്ങനെ എന്നിട്ട് ഞാൻ മറക്കും, അമ്മ മറക്കില്ല, അമ്മ മിണ്ടില്ല. അപ്പൊ കുറെ കഴിയുമ്പോ ഞാനത് മറന്നു പോകും. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോ അമ്മേ ഊണ് കഴിച്ചോ, അവിടുന്ന് ഒരു അനക്കുണ്ട്. അമ്മ എന്താ മിണ്ട? ഓ അമ്മ ഞാനായിട്ട് തല്ലൂടി ഇരിക്കുകയാണ്. അമ്മ മറക്കില്ല. ചോദിച്ചാൽ വിഷമാവോന്ന് അറിയില്ല. എനിക്ക് അതില്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. അച്ഛനെ കുറിച്ച്? അച്ഛൻ സൂര്യനാ. സെന്റി ഒന്നും ഉണ്ടാട്ടോ, എനിക്ക് ഒരു സെന്റിയും ഇല്ല. എനിക്ക് ചിരി വന്നു. അച്ഛൻ ഭാഗ്യവാനാ, എനിക്ക് ജന്മം തന്നു. അച്ഛൻ എസ്കേപ്പായി. അല്ല, അച്ഛനും അമ്മ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അന്ന് ജാതിയുടെ അച്ഛൻ വലിയ ഉയർന്ന ജാതിയാണ്, അപ്പോൾ അമ്മ അതിൻ്റെ താഴെ. അപ്പം അന്ന് ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. അപ്പം അച്ഛൻ എന്ത് പറഞ്ഞു, അച്ഛൻ നമ്മുടെ പൃഥ്വിരാജിൻ്റെ പോലെ ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കും എൻ്റെ ഭാര്യയെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. 1.5 കൊല്ലം അച്ഛനും അമ്മ ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ പ്രഗ്നൻ്റ് ആയിട്ട് 9 മാസമായിപ്പോൾ, അതായത് പ്രസവിക്കാനായിട്ട് ഒരാഴ്ച മുന്നേ അച്ഛൻ പോയി. അച്ഛൻ അപ്പോൾ വീട്ടുകാരില്ല, അമ്മയ്ക്ക് അത്ര പഠിപ്പൊന്നുമില്ല, വീട്ടുകാരൊന്നുമില്ല. കാരണം സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അങ്ങനെയല്ലേ വന്നത്. അപ്പം അതുകൊണ്ട് അച്ഛൻ പോയപ്പോൾ അമ്മയ്ക്ക് അറിയില്ല അച്ഛൻ പോയതാന്ന്. അച്ഛൻ പറഞ്ഞു എനിക്ക് ജോലി കിട്ടി മദ്രാസിൽ, അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ ക്വാർട്ടേഴ്സൊക്കെ ആയിട്ട് എന്നിട്ട് കൊണ്ടുപോകാം, അപ്പോൾ അപ്പോഴേക്കും പ്രസവമൊക്കെ കഴിയുമല്ലോ, കൊണ്ടുപോകാന്ന് പറഞ്ഞു. അമ്മ വിചാരിച്ചു ഇപ്പോൾ അന്ന് കത്ത് അയക്കാനൊന്നും അങ്ങനെയൊന്നും അറിയില്ലല്ലോ, ഫോണില്ല, അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് വരും നാളെ വരും. അങ്ങനെ 2-3 മാസമായിട്ടും ഒരു വിവരവും ഇല്ല. അമ്മയ്ക്കാണെങ്കിൽ അന്നേരം 9 അങ്ങനെ പ്രസവിക്കാറായി. അങ്ങനെ അന്ന് വാടകയ്ക്ക് ആക്കിയ സ്ഥലത്ത് അവരാണ് അമ്മേനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ പ്രസവ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പോലീസിനെ ഏൽപ്പിച്ച്, അപ്പോൾ പോലീസുകാരാണ് ഒരു ചേച്ചീനെയൊക്കെ ഏർപ്പാടാക്കി അമ്മയുടെ കൂടെ നിർത്തിയിരുന്നത്. അപ്പം അങ്ങനെയാണ്. അച്ഛൻ പിന്നെ വന്നിട്ടില്ല. അച്ഛൻ അപ്പം ഞാൻ അടുത്ത് പറയും ക്വാർട്ടേഴ്സ് റെഡി ആയിട്ടുണ്ടാവില്ല ചെന്നൈയിൽ, അതായിരിക്കും. കണ്ടിട്ടില്ല. ഇല്ലില്ല. പിന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അറിഞ്ഞത് അമ്മയും ഞാനൊക്കെ അറിയണം അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചിട്ടുണ്ട്, അമ്മാവൻ്റെ മോളേനെ നല്ല സ്ത്രീധനമൊക്കെ മേടിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് എന്ന്. പിന്നെ നമ്മൾ കുറച്ചൊക്കെ അന്വേഷിക്കാൻ പോയിരുന്നു അവിടെ. പിന്നെ അമ്മ വീട്ടുപണിക്ക് പോവല്ലേ, അപ്പോൾ ആ പൈസ കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഈ കേസിന് നടക്കാനും അതിനൊന്നും നമുക്ക് ജീവിക്കാനാണ് അപ്പോൾ നോക്കുക നമ്മൾ കൂടുതലും. അപ്പം അങ്ങനെ പിന്നെ ഞാനും പറഞ്ഞു വേണ്ടാന്ന്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു വേണ്ട. അപ്പോൾ എല്ലാവരും പറഞ്ഞു അല്ലല്ല പെൺകുട്ടിയല്ലേ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ പൈസ മേടിക്കാൻ പറ്റും. അപ്പം ഞാൻ അച്ഛന് താല്പര്യമില്ലാണ്ടല്ലേ പോയത്, പിന്നെ അയാളുടെ പൈസ നമുക്ക് എന്തിനാ, ആവശ്യമില്ല. പിന്നെ അതുമല്ല അമ്മ പാവം അതിൻ്റെ പിന്നാലെ നടക്കണം, എത്ര കോടതി പോയി നിൽക്കേണ്ടി അല്ലേ, അത്രയും പാവം എന്നെ വളർത്തണം, വല്ലവരെ വീട്ടുപണിക്ക് പോകണം. അപ്പം എല്ലാം കൂടി ഞാൻ തന്നെയാണ് പറഞ്ഞത് വേണ്ട. നമുക്ക് അതെ, നമുക്ക് ആവശ്യം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്തല്ലേ ഹസ്ബൻഡിന്റെ ആവശ്യം, ആ സമയത്ത് അയാൾ പോയാൽ. അപ്പോൾ അമ്മയുടെ സ്ട്രഗിൾ ചെയ്ത ലൈഫ് കണ്ടാ ഞാൻ വളർന്നേ. അതുകൊണ്ടാണ് പിന്നെ പ്രണയിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ, കാരണം നമ്മള് കണ്ട ലൈഫ്, അമ്മയുടെ ലൈഫ് അങ്ങനെയൊക്കെ ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടി. ഇപ്പോൾ കുറച്ച് ഒരു 5 കൊല്ലമായിട്ട് ബുദ്ധിമുട്ടില്ല എന്നേ ഉള്ളൂ. അതുവരെ നല്ല സ്ട്രഗിളായിരുന്നു. പിന്നെ അറിയാലോ, ഒരു അച്ഛനില്ലാതെ വളരുമ്പോൾ സമൂഹം പലതരത്തിലും പറയും. ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനില്ലാതെ, അപ്പം അച്ഛൻ എവിടെ പോയാവോ, നാട്ടുകാരെന്നെ അറിയില്ല എന്ന് വെച്ചാൽ അറിയാത്തവർ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ പല ഇതും വ്യാഖ്യാനിക്കുമല്ലോ. ഒരു സ്ത്രീ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് കുറേ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിൽ നമ്മളെ അറിയാം നാട്ടുകാർക്ക്. ശരിക്കും അച്ഛനെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ 2ാമത് കല്യാണം കഴിച്ച വൈഫിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെയും ഭാര്യയുടെ, അങ്ങനെ കണ്ടു. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു കല്യാണം കഴിച്ചത്. ഇവര് രജിസ്റ്റർ മാരേജ് ചെയ്തതാ ഫസ്റ്റ്. അപ്പൊ അവർക്കത് അറിയില്ലായിരുന്നു. സൈൻ ചെയ്തതിന്റെ ഒക്കെ ഇപ്പോഴും കടലാസൊക്കെ ഇരിപ്പുണ്ട് അവിടെ, എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ ഫോട്ടോ കണ്ടിട്ട് നല്ല ഇപ്പൊ അമ്മ പറയണത് നീ അച്ഛനെ പോലെയാണെന്നാണോ അമ്മയെ പോലെയാണെന്നാണോ? പകുതിയൊക്കെ അച്ഛന്റെ പോലെയാന്ന് പറയാം. ഉയരം അങ്ങനെ വണ്ണ അമ്മയുടെയാന്ന് തോന്നുന്നു കിട്ടിയത്, വണ്ണല്ല ഉയരം, പിന്നെ കണ്ണ് എന്നൊക്കെ അമ്മ പറയും. സ്വഭാവം 2 ആളുടെ അല്ലാന്ന്.
അല്ല അച്ഛൻ അമ്മ പറയണ ഞാൻ പെട്ടെന്ന് ചൂടാവുന്നു, പക്ഷെ എല്ലാരും പറയണ ഞാൻ ചൂടാവില്ല. അത് അമ്മയുടെ അടുത്ത് പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അമ്മയുടെ അടുത്തൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമുക്ക്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇല്ലാത്തത് നന്നായി. എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ട മേഖലയിൽ വരാൻ പറ്റിയല്ലോ. ഓ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ സമ്മതിച്ചില്ലെങ്കിലോ ഉണ്ടാവില്ലായിരിക്കാം, പറയാൻ പറ്റില്ല. സെക്കൻഡ് ഫാമിലിക്ക് ഇപ്പോഴും അറിയത്തില്ല? ഇപ്പൊ അറിയാം. നമ്മള് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങൾ അവര് വീട്ടിൽ പോയി. അപ്പൊ അറിയുകയും ചെയ്യും, അവരറിഞ്ഞു. അപ്പൊ പറഞ്ഞു ഇത് ഉണ്ണികൃഷ്ണന്റെ ഭാര്യയാണ്, മോളുമാണ് എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര സങ്കടമായി. അവര് വിചാരിച്ചു ഇനി എന്റെ മോളുടെ കയ്യിന്ന് എൻ്റെ അമ്മ വിളിച്ച് കൊണ്ടുവരുമോ, അവരുടെ അമ്മ വിചാരിച്ചു. രണ്ടാമത്തെ വൈഫിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കും ഇത് അറിയില്ല. അവര് പഞ്ചഭാവങ്ങളാ, അമ്പലം, മാലകെട്ടല്, അങ്ങനെ നമ്പീശന്മാരാ. അപ്പോൾ അവര് എന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു മോളുള്ളത്, എൻ്റെ മോളുടെ ഭർത്താവിനെ കൊണ്ടുപോവല്ലേ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോളുടെ ലൈഫ് പോവും എന്നൊക്കെ അമ്മോട് പറഞ്ഞു അന്ന്. അപ്പം അമ്മ പറഞ്ഞു ഇനി എനിക്ക് വേണ്ട, പക്ഷെ നിങ്ങൾ അറിയണം ഒരു മോളും ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം, അത്രേ വേണ്ടൂ, എനിക്കിനി അയാളെ വേണ്ടെന്ന് പറഞ്ഞു. അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ കേസൊക്കെ കൊടുത്തിരുന്നു. ആലത്തൂര് അവിടെയായിരുന്നു ഒരു തറവാടൊക്കെ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ കൊടുത്തു. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു കേസിന് പോയാൽ നമ്മൾ അതിന്റെ പിന്നാലെ നടക്കണം. പിന്നാലെ നടക്കണത് മാത്രമല്ല പൈസയും. നമുക്ക് രണ്ടും ഇല്ല, പൈസയും അതിനനുസരിച്ചില്ല, ഒന്നുമില്ല. ആകെ കൂടെ ഈ രജിസ്റ്റർ ഓഫീസിലെ ഈ ഒപ്പുവെച്ച ഒരു ഇതും, പിന്നെ കുറച്ച് സാക്ഷികൾ ഒപ്പുവെക്കാൻ വരുമല്ലോ. അന്ന് പാർട്ടിക്കാരൊക്കെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഒപ്പുവെക്കാനൊക്കെ. അച്ഛൻ കോൺഗ്രസിന്റെ ഒക്കെ വലിയ കൊളാണ്ടറായിരുന്നു കരുണാകരന്റെ കൂടെ. അപ്പൊ ഇനി അച്ഛൻ എങ്ങാനും തിരിച്ചെപ്പോഴെങ്കിലും മായയെ കാണാൻ വരികയാണെങ്കിൽ മായ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഞാൻ പ്രത്യേകിച്ച് വഴക്കിനൊന്നും പോവില്ല. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. എന്തിനാണ് ഒരു പെണ്ണിന് ഏറ്റവും ആവശ്യം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ്, അപ്പൊ എന്തിനാണ് ആ സമയത്ത് തന്നെ ഇട്ടിട്ട് പോയത് എന്ന് മാത്രം ചോദിക്കണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് ആ വ്യക്തിയോട് സംസാരിക്കാനില്ല. ഇത് മാത്രം എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് അറിയുന്നുണ്ടല്ലോ ഓരോ ആ അമ്മ എന്തുമാത്രം അന്നേരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇട്ടിട്ട് പോയാലും നമുക്കിപ്പോൾ ഒരുവിധം പഠിപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയകളുണ്ട്, ഫോണുണ്ട് കയ്യിൽ, നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുപാടുണ്ട്. അന്ന് അതില്ല. അന്ന് അമ്മയ്ക്ക് പഠിപ്പുമില്ല, വീട്ടുകാരുടെ സഹായമില്ല, നാട്ടുകാരില്ല, ഒന്നുമില്ലാതെ ഒരു പെണ്ണിനെ അങ്ങനെ ഇപ്പൊ പറയാണ് എൻ്റെ ഇപ്പത്തെ പിള്ളേർ എന്നെ നോക്കുന്നില്ല, ഇപ്പത്തെ ഭാര്യ എന്നെ നോക്കുന്നില്ല, നീ എന്നെ നോക്കുവോ എന്ന് ചോദിച്ചാ ഒന്നും വിചാരിക്കരുത്, ഞാൻ നോക്കൂല. ഇല്ല ഇല്ല ഇല്ല. നിനക്ക് ദൈവവിശ്വാസം നല്ലോണമല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ പൂജാ റൂം തുറക്കാം, നീ പൂജാ റൂം തുറക്കാൻ നേരത്ത് ദൈവം നിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് പെട്ടെന്ന് ദൈവം പറയാണ് മായ നിനക്ക് എന്നോടൊരു വരം ചോദിക്കാം, നീ എന്തായിരിക്കും ചോദിക്കാൻ? പെട്ടെന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ? കുറച്ച് സാവകാശം തരൂ ദൈവമേ എന്ന് പറയും. അപ്പൊ ഞാൻ പുള്ളിയോട് അങ്ങോട്ട് ചോദിക്കും. ഇപ്പൊ ശിവനാണ് വന്നെങ്കിൽ നമ്മളോട് എന്നാ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. പാർവതി ഉണ്ട്, ഗംഗയുണ്ട്. ഞാൻ ദൈവത്തിന് ആരെയാണ് ഏറ്റവും ഇഷ്ടം? അപ്പൊ ദൈവം പറയും ടപ്പയെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയും അതാണ് എന്റെയും പ്രശ്നം. എനിക്കങ്ങനെ ഭയങ്കര ലോക്കൽ ഉത്തരമായി പോവോ? അങ്ങനെയല്ല, ഒരു സീരിയസ്നെസ് ഇല്ലാതായി പോവോ എനിക്കറിയില്ല. എന്താട്ടെ കളിയാക്കരുത്, എനിക്ക് ചോദിക്കായാ മതി. നല്ല ഫാമിലി, നല്ല ഹസ്ബൻഡ്, നല്ല മക്കള്, നന്നായി അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കും, നല്ല എന്താ പറയാ ബിഹേവ് ചെയ്യണത് നല്ല രസമാണ് അവര്. അങ്ങനത്തെ നല്ലൊരു ഫാമിലി, അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ലല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് അവരുടെ ക്യാഷോ അങ്ങനെയല്ല, അവർ നിൽക്കുന്ന പൊസിഷൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നല്ലൊരു ഫാമിലി. ഇത് ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലെന്താന്ന് പറയാം. നേരത്തെ ഞാൻ ചോദിച്ചു നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോ അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഈ മറുപടി കേട്ടപ്പോ എനിക്ക് എന്താ ഫീൽ ചെയ്യുന്ന അറിയാം, നീ നല്ലൊരു ഫാമിലി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അല്ല, അതിപ്പോ എന്റെ സ്റ്റാറ്റസ് മൊത്തം ഇടയ്ക്ക് സൂര്യൻ ചോദ്യമൊക്കെ ആയിരിക്കും. എനിക്ക് അവരുടെ ലൈഫ് ഇഷ്ടമാണ്. അതെന്താണെന്നറിയോ, സപ്പോർട്ടാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ആണ്, സപ്പോർട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്. നിന്റെ കല്യാണം ഇങ്ങനെ ലേറ്റ് ആവുന്നതിൽ സങ്കടമുണ്ടോ? കല്യാണം ലേറ്റ് ആവുന്നതല്ല, എനിക്ക് അമ്മേനെ കുറിച്ച്, അമ്മ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിലും ഇനി അതുപോലെ ആയിപ്പോ അങ്ങനൊരു അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പം എപ്പോഴും നമ്മളെ കാണുന്ന ആൾക്കാർ ചോദിക്കുന്നത് പ്രണയമുള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ അത് നടക്കാത്തത് കൊണ്ടാണോ കല്യാണം കഴിക്കാത്ത എന്നൊരു ഇത് അല്ല. ഇപ്പോഴും ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ വരെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളോട് ചിലപ്പോൾ സ്നേഹം കൊണ്ട് ചോദിക്കുന്നതായിരിക്കും.
പക്ഷെ അല്ല, എനിക്ക് ചെറുപ്പത്തിലെ അമ്മ സ്ട്രഗിൾ ചെയ്ത് വന്ന, അമ്മയും ലവ് മാരേജ് ആയതുകൊണ്ട്. പക്ഷെ അച്ഛൻ നോക്കിയില്ല. അപ്പോൾ അമ്മ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള അതെനിക്കറിയാം. അപ്പോൾ അതുപോലെ നമ്മളായി പോവോ എന്നുള്ള, നമ്മളെ പിന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. ഇനി കല്യാണം കഴിക്കുന്ന ആള് നിന്നെ നോക്കിയില്ലെങ്കിലോ എന്നുള്ള പേടിയും നിനക്കുണ്ട്. പിന്നീട് എനിക്കും ഒരു കുഞ്ഞുണ്ടാവുമ്പം ആ കുഞ്ഞു ഇനി എന്നെ പോലെ, കാരണം പണ്ടത്തെ ഒരു കാലല്ല ഇപ്പൊ, പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നുമില്ല. നമുക്ക് വിശ്വസിച്ച് ഒരു വീട്ടിലും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. നമുക്കാണെങ്കിൽ എനിക്കിപ്പോ ഒരു കുഞ്ഞുണ്ടായാൽ പോലും ആ കുഞ്ഞിനെ ഞാൻ അടുത്ത വീട്ടിലാക്കി പോവോ, ഞാൻ ജോലിക്ക് പോവോ. പക്ഷെ അടുത്ത വീട്ടിലാക്കി കഴിഞ്ഞാൽ എത്ര കൊണ്ട് എൻ്റെ കുഞ്ഞിന് സേഫ് ആയിരിക്കാൻ പറ്റും. അപ്പൊ എല്ലാരും പറയും എല്ലാവർക്കും ഉണ്ടായ പോലെ തന്നെ. അപ്പൊ അമ്മയുടെ അനുഭവം തന്നെ എനിക്ക് വരണമെന്നില്ല എന്നൊക്കെ പറയും, ശരിയാണ്. പക്ഷെ അഥവാ വന്നാൽ ആരും എന്നെ ഏറ്റെടുക്കില്ല. ഇപ്പൊ പറയണവര് പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന്. ഉണ്ടായാൽ നമ്മൾ രണ്ടും, നമ്മൾ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ ഉണ്ടായാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇപ്പൊ അമ്മയുടെ ഭാഗത്ത്, അമ്മയുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ അച്ഛനെ നമുക്കറിയാം, അമ്മയുടെ ഫാമിലിയുടെ ഭാഗത്ത് അമ്മ അന്ന് ലവ് മാരേജ് ആയിട്ട് പോകുന്നത് കൊണ്ട് അവർക്ക് ഇപ്പൊ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അമ്മ അന്ന് പോന്നതാ. നമ്മളും കോണ്ടാക്ട് ചെയ്യാൻ പിന്നെ ശ്രമിച്ചില്ല, ഞാനും അമ്മയായിട്ട് അങ്ങനെ ഇരിക്കണം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ആധികാരികമായി നിനക്ക് കൊടുക്കാനുള്ള ഉപദേശവും പറയാനുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പറയാനുള്ളത്, ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എപ്പോഴും സപ്പോർട്ട് വേണം. കാരണം അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഇത്രയും എത്തിയത്. അല്ലാതെ നമുക്ക് വേറൊരു ഇതൊന്നുമില്ല. അവരുടെയൊക്കെ ഒരു എന്താ പറയാ ബലം കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത്. അപ്പോൾ തുടർന്നും അതുണ്ടാവണം. അഭിനയത്തിൽ തന്നെ എന്തെങ്കിലും ഓവർ ആയി പോയി എന്ന് പറഞ്ഞാൽ അതും പറയണം. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ അഭിനയിച്ചത് കൊള്ളാം എന്നാ വിചാരിക്കും. പക്ഷെ പുറത്തുനിന്ന് നോക്കണവർക്കാണ് അത്ര വേണ്ടായിരുന്നോ എന്നൊക്കെ തോന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ, അപ്പോൾ എന്തെങ്കിലും നമുക്ക് കുറവുണ്ടെങ്കിൽ അതും പറയണം. എന്നാലേ നമുക്ക് നാളെ അത് തിരുത്താൻ പറ്റുള്ളൂ. അത് വേണം. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്ന് വിചാരിച്ച്, അപ്പം ചിലർ വിചാരിക്കും നമ്മുടെ ഇത്രയും വലിയ ദുഃഖത്തിൽ നിന്നൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് പോസിറ്റീവാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്തിനേയും, കാരണം ദൈവം എപ്പോഴും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ഒരു സുഖമുണ്ട്. നമ്മൾ എന്താഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മായ. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എപ്പോഴും പ്രാർത്ഥന, ഈശ്വരവിശ്വാസികളാണെങ്കിൽ പ്രാർത്ഥന ഒപ്പം കൂട്ടുക, അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും. താങ്ക് യു മായ. Thank you so much.